10,000 എന്ന് പറയുമ്പോൾ ഞാനിവിടെ 10,999 വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും കാർഡ് ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഓഫറായിട്ട് ആ ഒരു 10,000 റേഞ്ചിലേക്ക് വന്ന് നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിങ് റിവ്യൂ, യൂസ്ഡ് റിവ്യൂ അടക്കം കണ്ടതിന് ശേഷം ഒരു ഫോൺ സെലക്ട് ചെയ്യാം. ഈ ഫോണുകൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ക്രൈറ്റീരിയകൾ കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വെറുതെ അങ്ങോട്ട് ഒരു 10,000 രൂപയ്ക്ക് താഴെയുള്ള കുറച്ച് ഫോണുകൾ എടുക്കാൻ പറ്റില്ലല്ലോ. ആ ഫോണുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത വേണമല്ലോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു 5G ഡിവൈസ് ആയിരിക്കണം. കാരണം 2024 10,000 രൂപ റേഞ്ചിൽ ഒരു ഫോൺ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു 5G ഡിവൈസ് ആയിരിക്കണം. മിനിമം ആൻഡ്രോയിഡ് 13 അല്ലെങ്കിൽ ആൻഡ്രോയിഡ് 14 ആയിരിക്കണം. ആൻഡ്രോയിഡ് 12 11 അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 2.0 എങ്കിലും വേണം. UFS 2.2 ഒന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല. UFS 2.0 എങ്കിലും മിനിമം വേണം. 4GB അല്ലെങ്കിൽ 128GB ഇന്റേണൽ മെമ്മറി അതിൻ്റെ ആ ഒരു സ്പെക്കിൽ വേണം ഇതിൻ്റെ റാമും ഇന്റേണൽ മെമ്മറിയും വരാനായിട്ട്. അതുകൂടാതെ 6 മാസത്തെങ്കിലും പഴക്കമേ ഈ ഫോണുകൾക്ക് പാടുള്ളൂ. അതിന് മുന്നുള്ള ഫോണുകൾ എടുത്തു കഴിഞ്ഞാൽ മോശമല്ലേ? ഒത്തിരി പഴയ ഫോണുകൾ എടുത്തിട്ടും കാര്യമില്ല. സോ നമുക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളാണ് നമുക്കിവിടെ വേണ്ടത്. ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് മിനിമം 90 ഹെർട്സോ അല്ലെങ്കിൽ 120 ഹെർട്സോ എങ്കിലും വേണം. സോ ഇത്രയും ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്ന ഫോണുകൾ മാത്രമാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 5th പൊസിഷനിൽ ഐറ്റൽ P55 എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഇത് സത്യത്തിൽ ഞാൻ ഇതിൻ്റെ സ്പെക്ക് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്തത്. കാരണം മറ്റു ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സ്പെക്ക് വൈസ് നമ്മൾ പറയുന്ന എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സർവീസ് സെൻറ്റർ നമുക്കിവിടെ അവൈലബിൾ അല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ UI ആൻഡ്രോയിഡ് 13 വരുന്നത്. പക്ഷേ ഈ ഒരു ഐറ്റൽ UI 13 വരുന്നത് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല ഈ ഒരു ഫോണിൽ നിന്ന് വരുന്നത്. പക്ഷേ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വീഡിയോസിലെല്ലാത്തിലും അത്യാവശ്യം നല്ല ഒരു അഭിപ്രായമാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫോൺ ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്തത്. സോ സർവീസ് സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് കൺസിഡർ ചെയ്യണം എന്നും പറയില്ല. ഒരു പുതിയ ഫോൺ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഫോൺ ട്രൈ ചെയ്യാം. എനിവേ, ഒക്ടോബർ 2023 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ ഒരു സ്പെക്കിലോട്ട് വരുമ്പോൾ Dimensity 6080 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. ആൻഡ്രോയിഡ് 13 ഈ ഒരു ഫോൺ വന്നത്. 6.7 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ സെൽഫിയും വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ സെക്യൂരിറ്റി, ആ ഒരു ഫിംഗർ പ്രിന്റ് അൺലോക്ക് വരുന്നത് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ്. 5000 mAh ബാറ്ററിക്ക് 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4GB 128GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 9,930 രൂപയാണ്. നല്ലൊരു സ്പെക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വേണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായമാണ്. ലിസ്റ്റിൽ 4ാമത് കൊടുത്തിരിക്കുന്നത് പോക്കോ M6 Pro എന്ന് പറയുന്ന ഫോണാണ്. ഇതിൻ്റെ ഒരു 4G വേരിയന്റ് ഈ ഒരു ജനുവരിയിൽ രണ്ടാമതും റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് 2023 ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്ത പോക്കോ M6 Pro 5G എന്ന് പറയുന്ന ഫോണാണ്. അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിലാണ് ഈ ഒരു ഫോൺ വന്നത്. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. IP53 വാട്ടർ ആൻഡ് സ്പ്ലാഷ് പ്രൂഫും ഇവിടെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസസ്സറാണ് ഇവിടെ വരുന്നത്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇവിടെയും വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്കും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് അൺലോക്കും ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4GB 128GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,999 ഇത് നോർമൽ പ്രൈസ് ആണ്. തീർച്ചയായിട്ടും ഇത് മറ്റു ഓഫർ കാര്യങ്ങളെല്ലാം വന്ന് 10,000 രൂപ ഒരു റേഞ്ചിൽ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ലിസ്റ്റിൽ 3ാമത് വരുന്നത് ലാവ ബ്ലേസ് 2 എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയുടെ ഫോണാണ്. ഈ ഒരു ഫോണും ഇതിൻ്റെ സ്പെക്കും യൂസർ എക്സ്പീരിയൻസും ഒക്കെ അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടാണ് എല്ലാ റിവ്യൂവേഴ്സും പറഞ്ഞത്. അതുകൊണ്ടാണ് ലിസ്റ്റിൽ 3rd പൊസിഷനിൽ ഈ ഒരു ഫോൺ ആഡ് ചെയ്തത്. നവംബർ 2023 ഈ ഒരു ഫോണും ലോഞ്ച് ചെയ്തത്. ഇനി ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. മീഡിയാടെക് Dimensity 6020 എന്ന് പറയുന്ന 5G പ്രോസസ്സർ അവിടെയും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ഈ ഒരു ഫോൺ വരുന്നത്. 6GB 128GB ഇന്റേണൽ മെമ്മറി വരുന്ന ഈ ഒരു വേരിയന്റിന്റെ പ്രൈസ് 10,999 രൂപയാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഓഫറൊക്കെ കഴിഞ്ഞ് 10,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, 3.5mm ഓഡിയോ ജാക്കും അതുകൂടാതെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് അൺലോക്കും കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി, 18 വാട്ടിൻ്റെ
ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഇന്ത്യൻ ഫോണാണ്, അത്യാവശ്യം നല്ല ഒരു റിവ്യൂ ഒക്കെ വരുന്ന, അത്യാവശ്യം നല്ല അഭിപ്രായം കേട്ട് വരുന്ന ഒരു ഫോണാണ്. സോ താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാം. ഇനി ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് 2 ഫോണുകളാണ് ഉള്ളത്. റെഡ്മി 13C എന്ന് പറയുന്ന ഫോണും പോക്കോ M6 എന്ന് പറയുന്ന ഫോണും. ബേസിക്കലി രണ്ടും ഒരേ ഫോണുകൾ തന്നെയാണ്, ജസ്റ്റ് പേര് മാറ്റി എന്ന് മാത്രം, റീബ്രാൻഡ് ചെയ്ത് ഇറക്കി എന്ന് മാത്രം. രണ്ടും ഒരേ കമ്പനിയുടെ തന്നെയാണ്. ഒന്ന് പോക്കോയുടെ ആണ്, ഒന്ന് ഷവോമിയുടെ ആണ്. ഷവോമിയുടെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ് പോക്കോ, അത്രേ ഉള്ളൂ വ്യത്യാസം, വേറൊരു വ്യത്യാസവും ഇല്ല. അത്യാവശ്യം നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഡിസംബർ മാസത്തിൽ ഇറങ്ങിയ ഈ ഒരു ഫോണിനെ കുറിച്ചും പറയുന്നത്. ഇതിൻ്റെ ഒരു സ്പെക്കിലോട്ട് വരികയെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഇവിടെയും ഈ ഒരു ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക് ഡിമെൻസിറ്റി 6100+ എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 13 MIUI 14 സപ്പോർട്ടോട് കൂടിയിട്ടാണ് വരുന്നത്. 4GB 128GB ഇന്റേണൽ മെമ്മറിക്ക് 10499 രൂപയാണ് പ്രൈസ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് വരുന്നത്. ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ 2 ഫോണിലും ഒരേ സ്പെക്ക് തന്നെയാണ്. ഏത് ബ്രാൻഡാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് മനസ്സിൽ കരുതിയപ്പോൾ തന്നെ 1-ാം സ്ഥാനത്ത് ഈ മോട്ടറോള G34 തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം സ്പെക്ക് കുത്തി നിറച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 695 ആണ്. 25,000 രൂപ ആ ഒരു റേഞ്ചിൽ വന്നിരുന്ന ആ ഒരു ഫോണുകളിൽ കൊടുത്തിരുന്ന പ്രോസസ്സറാണ്. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 10,000 റേഞ്ചിൽ വന്നു എന്ന് മാത്രം. പക്ഷേ അതിൻ്റെ പെർഫോമൻസിന് ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ. നമുക്കിപ്പോഴും 4 ലക്ഷത്തിൽ താഴെയുള്ള ആൻഡ്രോയിഡ് സ്കോർ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 6.5 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ആൻഡ്രോയിഡ് 14 ഈ ഒരു ഫോൺ വരുന്നത്. സോ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആൻഡ്രോയിഡ് 14 വരുന്ന ഈ ഒരു ലിസ്റ്റിലുള്ള ഒരേ ഒരു ഫോൺ ഇത് തന്നെയാണ്. ഇതുകൂടാതെ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഓഡിയോ സൈഡിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ബാറ്ററി 5000 mAh തന്നെയാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് അൺലോക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ മോട്ടറോള G34 എന്ന് പറയുന്ന ഈ ഒരു ഫോണാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതും. കാരണം 11,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 11,500 കൊടുത്താലും 12,000 കൊടുത്താൽ പോലും ഇത് വേർത്താണ് എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, സോ ഇതാണ് 10,000 രൂപ റേഞ്ചിൽ ഞാൻ സെലക്ട് ചെയ്ത 5 ഫോണുകൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഉദ്ദേശിച്ച ഫോണുകൾ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതാണെന്നുള്ളത് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.